ട്രാവലർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൈസൂർ കൂർഗ് ടൂർ പ്ലാൻ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. മൈസൂരിലേക്ക് വരാനുള്ള റൂട്ടുകളും സമയവും ഹോട്ടൽ വിവരങ്ങളും മുതലായ എല്ലാ വിവരങ്ങളും ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. സോ ആദ്യം ആ ഒരു വീഡിയോ എല്ലാവരും എന്തായാലും നിർബന്ധമായി കാണുക. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി മൈസൂർ സെക്കൻഡ് ഡേ, മൈസൂരിൽ നമുക്കൊരു എക്സ്ട്രാ ഡേ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ കാണേണ്ട സ്ഥലങ്ങളും അവയുടെ ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. മൈസൂരിന്റെ ചരിത്രം ഉറങ്ങുന്ന ശ്രീരംഗപട്ടണം, മറ്റ് ലോക്കൽ അട്രാക്ഷൻസ് എന്നിവ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. മൈസൂർ സെക്കൻഡ് ഡേ, 2 ദിവസം മൈസൂർ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള അടുത്ത സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രീരംഗപട്ടണം നമുക്ക് പിന്നിൽ കാണാം. ഈ ഒരു ബോർഡിന് ശേഷം കാവേരി നദി കടന്നു കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണമായി. മൈസൂരിന്റെ ചരിത്രത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശ്രീരംഗപട്ടണം. ടിപ്പു സുൽത്താൻ, ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്ന ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ്, അതുപോലെ നദി കടന്നെത്തിയ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ പൊരുതി അവസാനം തോറ്റുപോയി ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം, ടിപ്പു സുൽത്താനെ അടക്കിയ സ്ഥലം, അതുപോലെ ത്രിവേണി സംഗമം, ഇതെല്ലാമാണ് ഈ ഒരു നദിക്കപ്പുറം ശ്രീരംഗപട്ടണം എന്ന നഗരത്തിലുള്ളത്. ശ്രീരംഗപട്ടണത്ത് നമ്മൾ ആദ്യം വന്നിരിക്കുന്ന സ്ഥലമാണ് ടിപ്പുവിന്റെ സമ്മർ പാലസ് അഥവാ വേനൽ വസതി. ടിപ്പുവിന്റെ യഥാർത്ഥ കൊട്ടാരം യുദ്ധത്തിന്റെ സമയത്ത് നശിച്ചു പോയെങ്കിലും ഈ ഒരു സമ്മർ പാലസ് ഇപ്പോഴും മനോഹരമായി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അടിപൊളി ഒരു ഗാർഡനും അതിന്റെ നടുവിൽ ഒരു ചെറിയ പാലസുമാണ് ഇതിനുള്ളിലുള്ളത്. അപ്പൊ ഇതിനുള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ടിപ്പുവിന്റെ സമ്മർ പാലസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ, അതിന്റെ നടുക്കിലൊരു ചെറിയൊരു പാലസ്, അല്ലാതെ വലിയ പാലസ് കാര്യങ്ങളൊന്നുമല്ല. അടിപൊളി വ്യൂ ആണ്, ഫോട്ടോസ് എടുക്കാനും പിന്നെ ഒരു കുറച്ചു നേരം റിലാക്സ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ശ്രീരംഗപട്ടണത്ത് വരുമ്പോൾ ഈ ഒരു പ്ലേസ് എന്തായാലും വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ടിക്കറ്റ് ഓൺലൈനാണ്. അപ്പോൾ അതിൻ്റെ QR കോഡ് കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് അവർ. അവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് അപ്പോൾ തന്നെ എടുക്കാം. രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5:30 വരെ തന്നെയാണ് ഇവിടെയും പ്രവേശനം ഉള്ളത്. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഒരുപാട് വലിയൊരു സ്ഥലത്ത് നടുവിൽ ചെറിയൊരു പാലസ്. പക്ഷേ സമ്മർ പാലസ് എന്ന് വിളിക്കണതിൻ്റെ കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായി, അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പെർമിഷൻ ഇല്ല. ഒരു പ്രത്യേക ടൈപ്പ് ആർക്കിടെക്ചറാണ്. ഉള്ളിൽ ഭയങ്കര തണുപ്പാണ്. എന്തൊരു പ്രത്യേക തരം മെറ്റീരിയൽ കൊണ്ടോ പണിതിട്ടുള്ളത് തോന്നുന്നു. നല്ല കൂൾ ടെമ്പറേച്ചറാണ് ഉള്ളിൽ, നല്ല തണുപ്പാണ് ഉള്ളിൽ. അപ്പോൾ ഇതാണ് സമ്മർ പാലസ്. ശ്രീരംഗപട്ടണം വരുമ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനാണ് ടിപ്പു സുൽത്താൻ്റെ ഫാമിലിയുടെ ശവകുടീരം. ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്ന കാലത്ത് ആളുടെ പാരൻസിനായിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായ ശവകുടീരമാണ് ഈ കാണുന്നത്. ഇവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഈ ഒരു മനോഹര ശവകുടീരത്തിനുള്ളിൽ തന്നെയാണ് ടിപ്പു സുൽത്താനെയും അടക്കം ചെയ്തിരിക്കുന്നത് മരണശേഷം. ടിപ്പു സുൽത്താന്റെ ഫാമിലി, അതുപോലെ പടയോട്ടത്തിൽ ടിപ്പു സുൽത്താന്റെ കൂടെ നിന്ന യോദ്ധാക്കന്മാർ, പടത്തലവന്മാർ മുതലായ എല്ലാവരുടെയും ശവകുടീരം ഇതിനുള്ളിലാണ്. ഈ ഒരു പ്ലേസിനോടുള്ള റെസ്പെക്റ്റിൽ നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ റെസ്റ്റ് ഇൻ പീസ് എന്നുള്ള ഒരു വാക്കിനെ വളരെ അർത്ഥവത്താക്കിക്കൊണ്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത്. കാരണം കാണാൻ നമുക്ക് മരിച്ചുപോയവർ അത്രയും സമാധാനമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗാർഡൻ, അതിൻ്റെ നടുക്കിൽ ഒരു മോണ്യുമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് പറ്റില്ല. അവരെടുക്കണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല, എങ്കിലും നമ്മൾ എടുക്കുന്നില്ല. ഇത് ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്ന കാരണം അവരുടെ കബറുകളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഈ സ്പോട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. അടുത്തായി നമ്മൾ വന്നിരിക്കുന്നതാണ് ടിപ്പു സുൽത്താൻ മരിച്ചു വീണ സ്ഥലം. അതായത് 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് മുന്നിൽ പൊരുതി നിന്നുകൊണ്ട് ടിപ്പു സുൽത്താൻ മരിച്ചു വീണത് ഇവിടെയാണ്. ശ്രീരംഗപട്ടണം കോട്ടയുടെ ഭാഗമായിരുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പിറകിൽ കാവേരി നദിയാണ്. പുഴ കടന്നെത്തിയ ബ്രിട്ടീഷ് സൈന്യം ആക്രമിക്കാൻ വന്നപ്പോഴും ഓടി ഒളിക്കാൻ പലരും ഉപദേശിച്ചപ്പോഴും 1000 വർഷം ചെമ്മരിയാടിനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം കടുവയായി ജീവിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ടിപ്പു സുൽത്താൻ പൊരുതി നിന്നു. യുദ്ധത്തിൽ കോട്ടയും കൊട്ടാരവും എല്ലാം തകർത്ത ബ്രിട്ടീഷ് സൈന്യം അവസാനം ടിപ്പു സുൽത്താന്റെ ശവശരീരം കണ്ടെത്തി. യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താന്റെ ശവശരീരം മാതാപിതാക്കളോടൊപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ശവകുടീരത്തിൽ തന്നെയാണ് അടക്കിയിട്ടുള്ളത്. അപ്പോൾ ശ്രീരംഗപട്ടണത്തെ അവസാനത്തെ സ്പോട്ടായിട്ടുള്ള ത്രിവേണിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ത്രിവേണി സംഗമം, കാവേരി റിവറിൻ്റെ തന്നെ 3 ബ്രാഞ്ചുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ ഇവർ ഇതിനെ ഭയങ്കര പുണ്യമായ ഒരു സ്പോട്ടായിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്, സ്നാനം, അതായത് കുളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. ഈ ഒരു റിവർ 3 ചേരുന്നൊരു അത്ഭുത കാഴ്ച. ശ്രീരംഗപട്ടണത്തിൻ്റെ എൻഡാണിത്, എൻഡിങ് പോയിൻ്റാണ്.
അപ്പുറത്ത് കാണുന്ന ഭാഗമൊക്കെ വേറെ സൈഡാണ്. ശ്രീരംഗപട്ടണം ഇവിടെ അവസാനിക്കും. ഇവിടെ നമുക്ക് കൊട്ടവഞ്ചിയിൽ റൈഡൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് അത് വന്ന് ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ആക്ടിവിറ്റീസ് പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതോടുകൂടി ശ്രീരംഗപട്ടണത്തെ 3 പ്ലേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മൈസൂർ ബാക്കി എന്താണ് കാണാനുള്ളത് നോക്കാം 2 ദിവസത്തെ പ്ലാനിൽ. അപ്പോൾ സെക്കൻഡ് ഡേ മൈസൂർ പ്ലാൻ ചെയ്യുമ്പോൾ മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസാണ് പയന കാർ മ്യൂസിയം, വിൻറ്റേജ് കാർ മ്യൂസിയം. ഇത് നമ്മൾ മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ ശ്രീരംഗപട്ടണം എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. നല്ല ഒരു അടിപൊളി വിൻറ്റേജ് കാർസിൻ്റെ ഒക്കെ കളക്ഷനുള്ള ഒരു മ്യൂസിയമാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും. പയന കാർ മ്യൂസിയത്തിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കൂടുതൽ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് എന്തായാലും കാണുക. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 50 രൂപയാണ്. ആ 50 രൂപയ്ക്ക് ഈ ഒരു പ്ലേസ് അടിപൊളി വെർത്താണ്. എന്തായാലും വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മൈസൂർ വന്നാൽ കണ്ടിരിക്കേണ്ട അടുത്തൊരു അട്രാക്ഷനാണ് മൈസൂർ റെയിൽവേ മ്യൂസിയം. ഇതാണ് നമ്മൾ സെക്കൻഡ് ഡേ അടുത്തതായി കാണാൻ പോകുന്ന സ്ഥലം, മൈസൂർ റെയിൽ മ്യൂസിയം. അകത്തെ വിശേഷങ്ങൾ നമുക്ക് പോയി നോക്കാം. ഒരു റെയിൽവേ മ്യൂസിയം 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക്. പണ്ട് കാലം തൊട്ടുള്ള പല ടൈപ്പ് ട്രെയിനുകളുടെ മോഡൽ ഇവിടെ കാണാം നമുക്ക്. സ്റ്റീം എഞ്ചിൻ തൊട്ട് ലേറ്റസ്റ്റ് ട്രെയിൻ വരെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും മോഡലുകൾ ഇവിടെ കാണാം. ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ടോയ് ട്രെയിൻ ഉണ്ട് ഇവിടെ. അതിൽ നമുക്ക് എൻട്രി ഉണ്ട്. നമ്മൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ ഒപ്പം ആ ടോയ് ട്രെയിനിൽ കയറാനുള്ള ചാർജും കൂടി ഇൻക്ലൂഡിങ് ആണ് 50 രൂപയ്ക്ക്. ഇതിൽ നമുക്ക് ജസ്റ്റ് കയറി വേണമെങ്കിൽ റൗണ്ട് അടിക്കാം. ട്രെയിൻ വന്നൊരു യാത്ര അവസാനിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും അതിനെ ആ റൂട്ടിൽ തിരിച്ചു വിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ടേൺ ടേബിൾ എന്ന് പറയുന്ന ഒരു മെക്കാനിസം. അത് കാണാം നമുക്ക്. ട്രെയിൻ വന്ന് കയറും, ഇത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രെയിനിന് പോകാൻ പറ്റും. നടന്നു വരാനുള്ളതൊക്കെ ഈ പണ്ട് റെയിൽവേ ട്രാക്കുകൾ ഉറപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വുഡൻ പ്ലാറ്റ്ഫോം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു റെയിൽവേ തീമാണ് ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ. പാർക്കല്ല, മ്യൂസിയം. ഇതിൻ്റെ ഉള്ളിൽ എല്ലാം ഒരു റെയിൽവേ ടച്ച്. മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെയും അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ റെയിൽവേ മ്യൂസിയം. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും ഇതൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് റെയിൽവേ മ്യൂസിയത്തിലത്തെ കാഴ്ചകൾ. മൈസൂർ സെക്കൻഡ് ഡേ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്സ് വരുന്നത്. 50 രൂപയാണ് ടിക്കറ്റ് വരുന്നത്, കുട്ടികൾക്ക് 20 രൂപ. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം. സോ സെക്കൻഡ് ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിലേതെങ്കിലും ഒരു സ്ഥലം സ്കിപ്പ് ചെയ്യോ അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കാണാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. ശ്രീരംഗപട്ടണത്തിനടുത്ത് തന്നെയായിട്ട് കാവേരി റിവറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു അടിപൊളി ബേർഡ് സെഞ്ചുറിയാണ് രംഗനത്തിട്ട് ബേർഡ് സെഞ്ചുറി. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടെ വിസിറ്റിംഗ് ടൈം. എർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് പോകാൻ ശ്രമിക്കുക. ഒരുപാട് ബേർഡ്സിനെയും കാണാം. അതുപോലെ ബോട്ടിംഗ് അവൈലബിൾ ആണ്. ടിക്കറ്റ്സ് വരുന്നത് 75 രൂപയും ബോട്ടിങ്ങിന് വരുന്നത് 100 രൂപയാണ് ഒരാൾക്ക്. മൈസൂർ സിറ്റിയിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ ദൂരെയായി സോംനാഥപുര എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ചെന്നകേശവ ടെമ്പിൾ. യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഈ ഒരു ടെമ്പിളിന്റെ
സ്ട്രക്ചർ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് ടൈം ഉണ്ടെങ്കിൽ. മൈസൂരിൽ നിന്ന് കുറച്ച് ദൂരെയാണെങ്കിലും നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടുത്തെ എൻട്രി ടൈം. അതുപോലെ മൈസൂർ ടൗണിൽ നമുക്ക് പാലസിനടുത്ത് തന്നെയായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സ്ഥലമാണ് ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി അഥവാ മൈസൂർ ആർട്ട് ഗാലറി. ഇവിടെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ടൈമിംഗ് വരുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 60 രൂപയാണ്. മൈസൂരിലത്തെ പണ്ട് തൊട്ടുള്ള ആർട്ട് വർക്ക്സ് അതുപോലെ വിന്റേജ് ഐറ്റംസിന്റെ കളക്ഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ആർട്ട് ഗാലറിയാണ്. ഈ ഒരു സ്പോട്ടും മാക്സിമം വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ കൊട്ടാരങ്ങളുടെ നഗരമായ മൈസൂരിലത്തെ 2 ദിവസത്തെ ടൂർ പ്ലാൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ കാണേണ്ട സ്ഥലങ്ങളും അതിൻ്റെ കംപ്ലീറ്റ് പ്ലാനും മൈസൂരിലേക്ക് വരേണ്ട റൂട്ടുകൾ, ഹോട്ടലുകൾ, ടിക്കറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒരു വീഡിയോ സെപ്പറേറ്റ് ആദ്യം ചെയ്തിട്ടുണ്ട്. മൈസൂർ കൂർഗ് വീഡിയോ. ആ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതെല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. 2 ദിവസം മൈസൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിനി വേണമെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോരാം. അതിൻ്റെ റൂട്ടുകൾ കാര്യങ്ങൾ ഫസ്റ്റ് വീഡിയോയിലുണ്ട്. ഇനി അതെല്ലാം മൂന്നാമത്തെ ഒരു ദിവസം ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുശാൽ നഗർ, മടിക്കേരി, വയനാട്, ഊട്ടി ഏത് സ്പോട്ട് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ ഓൾറെഡി കുശാൽ നഗർ അതായത് കൂർഗിലേക്ക് പോകുന്ന ഒരു പ്ലാൻ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള ട്രാവൽ പ്ലാൻ വീഡിയോകൾ തുടർന്ന് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.